ഈ വർഷത്തെ IPL രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യ വിജയമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ ഈ വിജയത്തോടു കൂടി രാജസ്ഥാൻ ആരാധകർക്ക് നൽകുന്ന ഒരു വലിയ മെസ്സേജ് ഉണ്ട്. അസരങ്കയുടെയും തീക്ഷ്ണയുടെയും മികച്ച പെർഫോമൻസ്. ഇന്നത്തെ മത്സരത്തിൽ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അസരങ്കയുടെയും തീക്ഷ്ണയുടെയും മികച്ച പെർഫോമൻസ്. അസരങ്കയാവട്ടെ 4 വിക്കറ്റ് സ്വന്തമാക്കിയപ്പോൾ തീക്ഷ്ണയാവട്ടെ വളരെയധികം ഇക്കോണമിയിൽ മികച്ച രീതിയിൽ ബോളിംഗ് നടത്തി. അതുമാത്രമല്ല, വലിയ പോസിറ്റീവായിട്ടുള്ള സൈഡ് എന്തെന്ന് വെച്ചാൽ ഈ 3 മത്സരം ക്യാപ്റ്റൻസിയിൽ ഇല്ലായിരുന്ന സഞ്ജു സാംസൺ അടുത്ത മത്സരത്തിൽ കംബാക്ക് നടത്തുന്നു. അതുപോലെ ഈ തീക്ഷ്ണയും അതുപോലെ ഹസരംഗയും മികച്ച പ്രകടനം സഞ്ജു സാംസന്റെ കീഴിലും സഞ്ജു മടങ്ങി വരുന്നത് സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസി കീഴിലും വളരെ മികച്ച പ്രകടനം പുറത്തെടുത്തു കഴിഞ്ഞാൽ ടീമിന് നൽകുന്ന വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം സഞ്ജു സാംസനെ അദ്ദേഹം ക്യാപ്റ്റൻ സ്പിന്നർമാരെ യൂസ് ചെയ്യുന്ന രീതിക്ക് വളരെ അടിപൊളിയാണ്. തീർച്ചയായിട്ടും അസരങ്ക ഈ ഒരു ഫോമിലേക്ക് എത്തിയത് രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. 4 വിക്കറ്റുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. തീക്ഷ്ണയുടെ അവസാനത്തെ 17ാമത്തെ ഓവർ അടിപൊളി ഓവറായിരുന്നു. കാരണം വളരെ മികച്ച രീതിയിൽ ഒരു യോർക്കർ ലെങ്ത്തിൽ ബോൾ എറിയുന്ന ഒരു സ്പിന്നറുണ്ട്. അത് തീക്ഷ്ണ തന്നെയാണ് ഇന്ന് വേൾഡ് ക്രിക്കറ്റിൽ വളരെ മികച്ച രീതിയിൽ അദ്ദേഹം ബോളിംഗ് നടത്തി എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു വിജയം ടീം കംപ്ലീറ്റ്ലി ഡോമിനന്റ് പെർഫോമൻസ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കംപ്ലീറ്റ്ലി ഫീൽഡിങ്ങിലായിക്കോട്ടെ ബാറ്റിങ്ങിലായിക്കോട്ടെ വളരെ CSK എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടില്ല, അത്രയും ബാറ്റിംഗ് ഡെത്തൊക്കെ ഉള്ള ഒരു ടീമാണ്. വളരെ മികച്ച കളിക്കാരുള്ള ടീമാണ്. ആ ടീമിനെതിരെയാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചതും. ഏതായാലും ഈ ഒരു വിജയം വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ടീമിന് നൽകുന്നത്. അടുത്ത മത്സരം കിങ്സ് 11 പഞ്ചാബിനെതിരെയാണ്. ആ ഒരു മത്സരത്തിൽ സഞ്ജു സാംസൺ ആയിരിക്കും ക്യാപ്റ്റൻസിയിൽ ഉണ്ടാവുക, സഞ്ജു ആയിരിക്കും ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്യുക. ഈ ഒരു വിജയം ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ രാജസ്ഥാൻ റോയൽസ് ആരാധകർക്ക് നൽകുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ മത്സരവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.